നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. അത് മാത്രമല്ല ഇഷിതയുടെയും മഹേഷിന്റെ അബിയുടെയും ജാനകിയുടെ ഒന്നും വിശേഷം ഇടാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ അവരുടെയൊക്കെ പ്രമോ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വർഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. ഈ സമയത്ത് സാവിത്രി മുത്തശ്ശിയാണ് ആരതി ഒഴിഞ്ഞ് വർഷേനെയും കുഞ്ഞിനെ അകത്തേക്ക് അങ്ങോട്ട് ക്ഷണിക്കുന്നത്. മുത്തശ്ശിക്ക് സന്തോഷമായി കുഞ്ഞിനെയും വർഷയും കണ്ടു കഴിഞ്ഞപ്പോ. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, മോളെ അവൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനെന്ന് എടുക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടവൻ വർഷയുടെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് വർഷ പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശി നല്ല ഉറക്കമല്ലേ, ഉറക്കത്തിൽ നിന്ന് ചിലപ്പോൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ അവൻ എഴുന്നേക്കുമെന്ന് പറയാ, ഞാൻ അവനെ ഒന്ന് കൊണ്ടേ കിടത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ്. പിന്നെ മുത്തശ്ശി കൂടുതലായിട്ടൊന്നും പറയാനൊന്നും പോയില്ല. അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ലോ. ആ സമയത്ത് ചന്ദ്രശേഖരനോട് ചോദിച്ചു, അല്ല ഗായത്രി വന്നില്ലെന്ന് ചോദിക്കുക വർഷയുടെ അമ്മ. എന്ത് പറയാനാ, വരണമെന്ന് ഓർത്തിരുന്ന. പക്ഷെ അങ്ങനെ സമയത്ത് മുറ്റത്തൊന്ന് തെന്നി വീണു. കാലിന് ഒരു പ്ലാസ്റ്റർ ഒക്കെ ഇടേണ്ടി വരുന്നു. ഇനിയിപ്പോൾ 6 ആഴ്ചത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം. അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു, എന്നാലും അമ്മയ്ക്കൂടെ ഒന്ന് വരാമെന്ന് പറയണം. അമ്മ വരാനായിട്ട് ആഗ്രഹിച്ചിരുന്നാ മേഡം മോനെ, പക്ഷെ അമ്മയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വയ്യാത്ത കാലും വെച്ചോണ്ട് ഈ സമയത്ത് നല്ല കാര്യമില്ലേ, മംഗളകാര്യമല്ലേ, ആ സമയത്ത് ആ കാലും വെച്ചോണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ വേണ്ടാന്ന് പറഞ്ഞ് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ അധികം വൈകാതെ കൊച്ചിന് നൂലുകെട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, കൊച്ചിന് പേരുണ്ടെന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, പേരുണ്ടെന്ന് പറയണം. കാരണം പേരുണ്ടെങ്കിൽ അമ്മാവനല്ലേ പേര് നിർദ്ദേശിക്കുന്നേ, അവരുടെ ആ ചടങ്ങുകളനുസരിച്ച് അല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അല്ല ദർശനം ഇവിടെ ഇല്ലല്ലോ, ദർശന് പുറത്തല്ലേന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ ദർശൻ വന്നിട്ട് ഇനിയിപ്പോൾ അത് നടക്കുമോ, അത് നടക്കുന്ന കാര്യമല്ലോ എന്നൊക്കെ പറയണം. മുത്തശ്ശി പറഞ്ഞു, എന്താ കുഴപ്പം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി, പിന്നെ ശ്രീകാന്തിന്റെ മൂത്ത പെങ്ങള് തന്നെ ചെയ്യട്ടെ എന്ന് പറയണം. കാരണം സഹോദരിമാരിലെ മൂത്ത ആള് അത് പേരിട്ട് ചടങ്ങ് നടത്തിയാൽ മതി എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതൊന്നും പറ്റില്ല എന്ന് പറയണം. അതെന്താടാ, നിനക്കെന്താ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ശ്രീകാന്തേ ഞാൻ അറിഞ്ഞായിരുന്ന കാര്യങ്ങളൊക്കെ, വേദ ഹോസ്പിറ്റലിലെ കുഞ്ഞിനെ കാണാൻ വന്ന സമയത്ത് നീ കാണാൻ സമ്മതിച്ചില്ലല്ലേ, നീ ഒരു മനുഷ്യജനമാണോടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്ന സമയത്ത് നീ എന്നെ എതിർത്തു, അതിന് മാത്രം എതിർക്കാൻ തക്ക കാരണം എന്തായിരുന്നു എന്ന് ചോദിക്കണം. ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ അത് മാത്രമല്ല അവളെ ഇറക്കി വിടുകയും ചെയ്തു, അപമാനിച്ചു വിടുകയും ചെയ്തല്ലേന്ന് ചോദിക്കണം. അപ്പോഴാണ് പത്മയും ശങ്കരനാരായണനും ഈ കാര്യങ്ങൾ അറിയുന്നത്. പത്മ ചോദിച്ചു, സത്യമാണോ ശ്രീകാന്ത് പറയണെന്ന് ചോദിക്കുക. ശ്രീകാന്ത് പറഞ്ഞു, എനിക്കിഷ്ടമില്ലമ്മ അവൾ എന്റെ കുഞ്ഞിനെ വന്ന് കാണുന്നേ, നമ്മളിന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവളല്ലേ, അവളെ കുഞ്ഞിനെ വന്ന് കാണുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഞാൻ അവളെ പറഞ്ഞു വിട്ടേന്ന് പറയാ. മുത്തശ്ശി പറഞ്ഞു, ഒരിക്കലും അങ്ങനെയും ചെയ്യാൻ പാടില്ലായിരുന്നു. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വരദാനമല്ലേ, ഈ പ്രായത്തില് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മുടെ ചിറകിനടിയിൽ നിന്ന് അങ്ങോട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് ഏറെ തേടി അല്ലെങ്കിൽ ആഹാരം തേടിപ്പോവും. ഒത്തിരി നാളൊന്നും നമുക്ക് അവരെ പൊതിഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. പക്ഷേ എങ്കിൽ ആ ഉള്ള സമയത്തെങ്കിലും നമ്മൾ അവർക്ക് നല്ല രീതിയിൽ അവരെ നല്ലതായിട്ട് വളർത്തിക്കൊണ്ട് വരണം. നല്ല ചിന്തകളും അതുപോലെ തന്നെ നല്ല പ്രവൃത്തികളൊക്കെ ഉണ്ടാവണമെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നല്ലതായിരിക്കണം, അവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കണം. എങ്കിൽ മാത്രം അവൻ നല്ല രീതിയിൽ തന്നെ വളരുള്ളൂ. അല്ലാതെ അവന്റെ മനസ്സിലേക്ക് ദുഷ്ടതയും വെറുപ്പൊക്കെ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് അങ്ങനെ തന്നെ വളരുള്ളൂ. അച്ഛനും അമ്മയും കണ്ട ഓരോ കുഞ്ഞുങ്ങളും വളരുന്നത് എന്നൊക്കെ അങ്ങനെ മുത്തശ്ശി ഉപദേശിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയണം നടത്തില്ല. ശ്രീകാന്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും വർഷയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. വർഷയ്ക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, നീ എന്തായാലും ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ല, വേദന ഇവിടുന്ന് ഓടിച്ചുകൊണ്ട കാര്യമില്ലായിരുന്നു പറയാം. അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ അടുത്ത് പത്മ നിരിച്ചു, സത്യമുണ്ടാ പറയണേ, നീ എന്തിനാ അവളെ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് അവള് കുഞ്ഞിനെ കാണുന്നൊന്നും ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം, ഒന്ന് നീ മനസ്സിൽ കുറിച്ചോ, അവള് വേണം എല്ലാത്തിനും മുൻപന്തി നിൽക്കാനായിട്ട്, അറിയാലോ എന്നൊക്കെ പത്മ പറയണം. അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പത്മ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയം പിന്നീട് വിശ്വൻ ഇന്റർവ്യൂവിന് വേണ്ടി ചെല്ലുവാണ്. അങ്ങനെ ഇന്റർവ്യൂവിന് വിശ്വത്തെ വിളിച്ചു. വിശ്വത്തിന് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന അതിന്റെ മാനേജർ ചോദിച്ചു, കാര്യങ്ങളൊക്കെ അറിയാവോ, എന്ത് ജോലിക്കാ, എന്ത് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറിയാൻ നിൽക്കും. അല്ല അത് പിന്നെ കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല, എന്നോട് വിനയായിട്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ, കാർഡൊക്കെ തന്ന് ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞൊക്കെ എന്നൊക്കെ പറയണം. അത് പിന്നെ ഇതെന്ന് പറഞ്ഞ് ഇച്ചിരി റിസ്ക് പിടിച്ച ജോലിയാന്ന് പറയണം. റിസ്ക് പിടിച്ച ജോലിയോ? അതെ, ഈ ചില റൂറൽ ഏരിയാസിലൊന്നും ATM കൗണ്ടറും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പം ബാങ്കിന്റെ നേരിട്ടുള്ള ATM കൗണ്ടർ ഇല്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ ചില റിസർവ് ബാങ്കിന്റെ അനുമതിയോട് കൂടിയിട്ട് ചില കമ്പനികളുണ്ട്. അപ്പൊ ആ കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ATM കൗണ്ടറിലുള്ള പണം കൊണ്ട് ഫില്ല് ചെയ്യണം. അപ്പൊ അതിന്റെ ജോലിയാണ് ഉള്ളതെന്ന് പറയണം.
ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിലൊരു ഞെട്ടലുണ്ടായി. കാരണം പണത്തിന്റെ കാര്യങ്ങളാണ്. അത് മാത്രമല്ല ATM കാർഡിന്റെ പണം ഫില്ല് ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. പോകുന്ന സമയത്ത് എന്തെങ്കിലും പണമൊക്കെ അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കൊണ്ടുപോകുന്ന ആൾക്കായിരിക്കും. അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ വിശ്വത്തിനായിരിക്കും, വിശ്വത്തിന് ഈ ജോലി ഇഷ്ടമാണെങ്കിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിശ്വത്തിനായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം. അപ്പം വിശ്വമായിരിക്കും ഈ പണം കൊണ്ട് പോകുന്നത്, അപ്പം ലക്ഷങ്ങളായിരിക്കും കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയാണ്. റൂറൽ ഏരിയാസിലേക്കാണല്ലോ പോകുന്നത്. വിശ്വം പറഞ്ഞു, അല്ല പിന്നെ അത് പിന്നെ ഇത്രയും കൂടുതൽ പണമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടാവണം. ഒറ്റയ്ക്കല്ല, കൂടെ ഒരു ഗൺമാൻ ഉണ്ടാവും, പിന്നെ വേറൊരു അസിസ്റ്റന്റും ഉണ്ടായിരിക്കും എന്ന് പറയാണ്. നിങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കും ആ പണം കൊണ്ടേ അവിടെ നിക്ഷേപിക്കേണ്ട, ഏറ്റവും കൗണ്ടറിൽ നിക്ഷേപിക്കേണ്ടതെന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് വിശ്വം പറഞ്ഞു, അല്ല അത് പിന്നെ അല്ല, എനിക്ക് ഇതിനകത്ത് വേണ്ട ഒരു വിശ്വസ്തനായ ഒരാളെയാണ്. വിശ്വസ്തനായ ആൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരെ ഇന്റർവ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. പക്ഷെ അത് പോരാ. കാരണം കമ്പനിക്ക് വേണ്ട എപ്പോഴും വിശ്വസ്തനായിട്ട് ഒരാളാ. മാഷിന്റെ മോനാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി, വിശ്വസ്തനാന്നുള്ള കാര്യം. അച്ഛനെ അറിയാമെന്ന് ചോദിക്കും. ഇവിടുത്തെ മാനേജർക്ക് അച്ഛനെ കുറിച്ച് അറിയാം, അങ്ങനെ അവർ തമ്മിൽ പരിചയം ഉണ്ടെന്ന് തോന്നുന്നതെന്നൊക്കെ പറയണം. അത് കേട്ടിപ്പോൾ അവന് അങ്ങോട്ട് വിശ്വസിച്ചു. പിന്നീട് വിശ്വത്തിലുള്ള സാലറി കാര്യം കൂടെ പറഞ്ഞേക്കാം. 50,000 രൂപ സ്റ്റാർട്ടിങ്ങിലുണ്ടെന്ന് പറയണേ. 50,000 രൂപയോ? ഒന്ന് കണ്ണും പിഴിഞ്ഞു പോയി. അത് മാത്രമല്ല ഓവർ ടൈം കിട്ടുവാണെങ്കിൽ അതിനേക്കാളും കൂടുതലൊക്കെ കിട്ടുമെന്ന് പറയണം, ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ. അത് കേട്ടപ്പം വിശ്വം ശരി. പിന്നെ കാര്യമുണ്ട്, അറിയാലോ പണത്തിന്റെ കളിയാണ്, എപ്പോഴും നമ്മൾ ജാഗരൂകനായിട്ടിരിക്കാം, ഒരിടത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയണം. അവസാനം വിശ്വത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ടെൻഷൻ ഉണ്ടെങ്കിലും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ പിന്നീട് വിശ്വം വീട്ടിലേക്ക് വന്നു. എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ്റെ സമയത്ത് വിനായകൻ പറഞ്ഞു, പറയടാ ജോലി കിട്ടിയ കാര്യം പറയാൻ അച്ഛനോട് പറയണം. അപ്പോഴേക്കും മാഷും കൂടെ വന്നിരുന്നു. ഈ സമയം വിശ്വം പറഞ്ഞു, അച്ഛ ഞാനിന്ന് ഇന്റർവ്യൂവിന് പോയില്ലേ, ആ ജോലി കിട്ടിയെന്ന് പറയാം. കൊള്ളാലോ, ജോലി കിട്ടിയോ? അല്ല ബുദ്ധിമുട്ടുള്ള പല പണിയും വേണോ, അധ്വാനമുള്ള പണിയാണോ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല അച്ഛാന്ന് പറയാം. പിന്നെന്താ കുഴപ്പം? അത് പിന്നെ ATM കൗണ്ടർ പണം ഫില്ല് ചെയ്യാനായിട്ട് പോകണം, റിസ്ക് ഉള്ള പണിയാ, വേറെ ശരീരം അനങ്ങിയുള്ള പണിയല്ലെന്ന് പറയാം. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് മാഷ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, അറിയാലോ ATM കാർഡിൽ പണം ഫില്ല് ചെയ്യാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര ഈ എളുപ്പുന്ന കാര്യം നടക്കുന്ന കാര്യമില്ല. കാരണം ഗവൺമാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എപ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. എവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട് അതോടുകൂടി തീർന്നു, ലക്ഷങ്ങളും കൊണ്ടേ പോണത് തന്നെ. ആ സമയം വിഷയം പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയണേ. അല്ല ശമ്പളത്തെക്കുറിച്ച് വല്ലതും സംസാരിച്ചെന്ന് ചോദിക്കാം. സംസാരിച്ചായിരുന്നു, ശമ്പളം 50,000 രൂപ തരാമെന്ന് പറഞ്ഞ ആദ്യം, പിന്നെ അത് മാത്രമല്ല അതിനുശേഷം ഇൻക്രിമെന്റും ഉണ്ടായിരിക്കും, പിന്നെ ഓവർ ടൈം നിൽക്കണം, അതനുസരിച്ചുള്ള പൈസയും കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന വിനായകന് നിറയെ കയറി. വിനായകൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല, 50,000 രൂപയോ? അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ കൂടിയിട്ട് 10-60,000 രൂപ ഒരു മാസം കിട്ടും. ദൈവമേ, വിശ്വേട്ടന് നല്ല സമയം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കണം. അങ്ങനെ ചോറ് വിൽക്കി കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വിനയനോട് ചോദിച്ചു, എന്താടാ നിനക്കൊരു വിക്കലൊക്കെ? അല്ലത് എന്താന്ന് അറിയത്തില്ല, ചോറ് നിറയെ കയറിയതെന്ന് പറയണം, കുറച്ച് വെള്ളം കുടിക്കട എന്നൊക്കെ വിനായകനോട് മാഷ് പറയണം. ആ സമയം നന്ദിരിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, ഇത്ര പണം ഒരുമിച്ച് വിശ്വാസനൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ എല്ലാ മാസം കിട്ടും ശമ്പളമായിട്ട്. ദൈവമേ, അപ്പം തനിക്കൊന്നും ഒരു വില ഉണ്ടാവത്തില്ലെന്ന് തോന്നി. പക്ഷെ അവിടേക്ക് വന്ന കമലിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. വിശ്വത്തിന് ഇപ്പോഴും ജോലി കിട്ടിയില്ലോ, വിശ്വം ഇങ്ങനെ പോവില്ലോ എന്നൊക്കെ. ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് കമൽ പറഞ്ഞു, അല്ലേലും അതെ എനിക്കറിയാം, ഇതെല്ലാം വേദമോളുടെ അനുഗ്രഹമാണെന്ന് പറയണേ. വേദമോളുടെയോ? അങ്ങനെയാണ് അമ്മയോട് പറഞ്ഞെന്ന് നന്ദിനി ചോദിക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം തിരുമയെ കാണാൻ പോയപ്പോൾ തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേദമോളുടെ ഈ കുടുംബത്തിലേക്ക് വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന്. അതുകൊണ്ടല്ലേ അവൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പുഷ്പാഞ്ജലിയും കാര്യങ്ങളും എല്ലാം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ തിരുമേനി പറഞ്ഞ വിശ്വത്തിന് നല്ല സമയം തെളിഞ്ഞു വരുമെന്ന്. ഒരു പക്ഷെ അത് ഇതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ വിശ്വത്തിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നീട് മാഷ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ജോലിയെങ്കിലും പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകാതെ നോക്കണം, അത് നിന്റെ ഉത്തരവാദിത്തമാണ്, ഇനിയെങ്കിലും അപ്പമോളെ ഇവിടെ കൊണ്ട് നിർത്താൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. മാഷ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ചോറ് വേണ്ടാന്നും പറഞ്ഞിട്ട് വിനയനും എഴുന്നേക്കുവാണ്. ആ സമയം കമല ചെയ്തെന്താണ് നീ കഴിക്കാത്ത? എനിക്കെന്തോ വിശപ്പില്ല എന്ന് പറയണേ. അങ്ങനെ വിനായകൻ മുറിയിലേക്ക് പോയി ഇത്രയുമ്പത്തിന് നന്ദിനി അങ്ങോട്ടേക്ക് വരുവാണ്. നന്ദിനി വന്നിട്ട് ചോദിച്ചു, കൊള്ളാം, നിങ്ങൾ നല്ല ജോലി തന്നെ നിങ്ങൾ ചേട്ടന് വാങ്ങിച്ചു കൊടുത്ത്, ഒരു മാസം 50,000 രൂപയല്ലേ കിട്ടണേന്ന് ചോദിക്കും. അതെ 50,000 കിട്ടുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല മനുഷ്യ, നിങ്ങളുടെ തല നിറയെ ചോറ് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഒരു വിഷമമില്ലെന്ന്. എടി അതങ്ങനെയൊക്കെയാ, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മനുഷ്യ, ആ ജോലി എങ്ങനെയാലും ഒന്ന് കളയണമെന്ന് പറയാം. ജോലി കളയാനോ? അതെങ്ങനെ കളയാൻ? എങ്ങനെയെങ്കിലും കളഞ്ഞാൽ മതിയാവുള്ളൂ, അറിയാലോ. ഒരു കാരണവശാലും ആ ജോലിക്ക് പോകരുത്. എടി ആ ജോലി കൊണ്ട് ചിലപ്പോൾ നമുക്ക് പ്രയോജനം ഉണ്ടാവുന്നതേ. പ്രയോജനമോ? അതെ, ഇത് വെറുതെ ഒന്നും അല്ല കൊടുത്തിരിക്കുന്ന അറിയാലോ, ഇതിന് പിന്നെ എന്തൊക്കെയോ ഒരു വലിയ കളികളുണ്ട്. അങ്ങനെയാണ് ഈ ജോലി അവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, അധികം വൈകാതെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനവും. അത് മാത്രമല്ല
നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി അങ്ങനെ ആശ്വസിപ്പിക്കണം. അപ്പൊ അവരെന്തൊക്കെയോ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ തന്നെ വിക്രം വീട്ടിലേക്ക് വരുവാണ്. വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ ജനലിൽ കൂടെ വേദ നോക്കി. കൊള്ളാം, വിക്രം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേദ എന്ത് ചെയ്യണം, താൻ നിലത്ത് വെച്ചിരുന്ന പായും പുതപ്പും അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വിക്രം കിടന്ന കട്ടിലേക്ക് വിരിച്ചിട്ട് അവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. വിക്രം വന്ന് കുളിച്ച് ഫ്രഷായി അതിന് ഫുഡും കഴിച്ചിട്ട് ശേഷം നേരെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വേദ അവിടെ കിടന്ന് പോത്തു പോലെ കിടന്ന് ഉറങ്ങുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് സഹിച്ചില്ല. ഇവള് തൻ്റെ കട്ടിലെ കയറി കിടക്കുന്നു. ഒന്ന് രണ്ട് വട്ടം വിളിച്ചിട്ടും അനങ്ങിയില്ല. ഇവള് ഉറക്കമാണോ അതിന് ഉറക്കം നടിച്ച് കിടക്കുവാണോ? ഒന്ന് കുലുക്കി വിളിച്ചു നോക്കില്ല, അല്ലേ നോക്കാം, കണ്ണ് തുറന്നടയുന്നുണ്ടോ എന്നൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. വേദന അടുത്ത് ചെന്നു. വേദന അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞാ കണ്ണിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോഴത്തേനും വേദ ചാടി എഴുന്നേറ്റു. നിങ്ങൾ എന്താ എന്നെ കാണിക്കാൻ വന്നേന്ന് ചോദിക്കുക. ഞാനൊന്നും കാണിക്കാൻ വന്നില്ല. നിങ്ങൾ എന്നെ ഉമ്മ വെക്കാൻ വന്നല്ലേ നിൽക്കും. ഉമ്മ വെക്കാനോ? നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. വേണ്ട, എൻ്റെ അടുത്ത് കൂടുതൽ അഭ്യാസം ഒന്നും വേണ്ടെന്ന് പറയാം. ദേ അതിനൊന്നും ഞാൻ വന്നിട്ടില്ല എന്ന് പറയണം. പിന്നെന്താ, അത് പിന്നെ എൻ്റെ കട്ടയല്ലേ നീ ഇവിടെ കയറി കിടക്കുന്ന കണ്ടപ്പം എന്ന് പറയണം. അതെ, നിങ്ങളുടെ കട്ടിലൊക്കെ ആയിരിക്കും, പക്ഷെ ഇതിപ്പോ എന്റേതും കൂടെയാന്ന് പറയാ. നിന്റേന്നോ? അതെ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ വിക്രത്തിന്റെ കട്ടിൽ നിന്റേതും കൂടെയാണ്. കട്ടില് മാത്രമല്ല എല്ലാ സാധനങ്ങളും അറിയാലോ എന്ന് പറയണം. വിക്രം പറഞ്ഞു, അച്ഛമ്മന്റെ കാര്യം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് വേദന പറഞ്ഞു, എന്തിനാ വിക്രു ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇതേ ഒന്നുമല്ല, ഞാൻ ഭാര്യയല്ലേന്ന് ചോദിക്കുക. ഭാര്യയോ? ആരുടെ ഭാര്യ? എന്റെ ഭാര്യയായിട്ട് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ലെന്ന് പറയാ. കേട്ടുകഴിഞ്ഞപ്പോ അവന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറയണം. പെട്ടെന്ന് വേദന പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയാണല്ലോ പാതളത്തിന്റെ സമയത്ത് കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയി പീഡിപ്പിക്കാനല്ലേ ശ്രമം എന്നൊക്കെ പറയണം. അത് കിടം വിക്രം ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. അവിടെ കുപ്പി എടുത്തിട്ട് വേദന എറിയാൻ നോക്കണം. വേദന എറിയരുതെന്നൊക്കെ പറയാ. നിങ്ങൾ എന്നോടെല്ലാം പറയുന്നതാണല്ലോ, പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ എന്തോ കുഴപ്പമെന്ന് ചോദിക്കുക. ഓഹോ, നിങ്ങളെ കളിയാക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് ദേഷ്യപ്പിടിക്കുകയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ ഓർത്ത് നീ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് പറയണം. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് ഇപ്പോൾ വലിയതാണല്ലോ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഇനി ഒന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞിട്ട് വേണ്ട ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോകണം. ആ സമയം വിക്രത്തിന് ഭയങ്കര സങ്കടമായി. വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ വരികയാണ്, അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണെന്ന്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട്